ഹലോ ഗൈസ്, ലൈഫ് അപ്ഡേറ്റ്സിന്റെ 47-ാം ദിവസം ഒരു കൂട്ട നടത്തത്തിൽ തുടങ്ങി. പുഴ ലക്ഷ്യമാക്കിയാണ് പോക്ക്. പോണ വഴിക്ക് ചുക്കും നെഗ്ഗയെല്ലാം കണ്ണി കണ്ട ചപ്പും ചവറും കരിയിലെല്ലാം പെറുക്കി പോക്കറ്റ് ഇടുന്നുണ്ടായിരുന്നു. കളക്ടിങ് മെമ്മറീസ്. അതിമനോഹരമായ ഒരു പുലർക്കാല നടത്തമായിരുന്നത്. നടന്ന പുഴക്കരയിലെത്തി. ആക്ച്വലി ഇതൊരു ചെക്ക് ഡാമാണ്. ഇതിന്റെ ചെറിയൊരു ഭാഗത്ത് പാലമില്ല. അവിടെ ചാടിക്കിടക്കണം. പക്ഷെ ചാടിക്കിടക്കാൻ കീത്തുക്കുട്ടിക്കും തീക്കുട്ടിക്കും പേടി. പിന്നെ അപ്പുറത്ത് കിടന്നൊരു പാലം എടുത്ത് പാലം ഇല്ലാത്തത് കൊണ്ടുവന്ന് ഇട്ടു. അങ്ങനെ ഒരു ആദ്യത്തെ ഒബ്സ്റ്റക്കിൾ കടന്നു. അപ്പോൾ അടുത്ത ഒബ്സ്റ്റക്കിൾ. പാലം വെക്കാണ്ട് ചാടിക്കിടക്കാൻ അവർ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്ത് നോക്കി. മോട്ടിവേഷൻ ഫലം കണ്ടു. അവർ രണ്ടുപേരും ചാടിമറി കിടന്ന് ഇക്കരെ എത്തി. ഇനി ഫോട്ടോ സെഷനാണ്. പെർഫെക്റ്റ് ലൈറ്റിംഗ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ആയതുകൊണ്ട് ഒരുപാട് നല്ല ഫോട്ടോസ് കിട്ടി. വെള്ളത്തിനൊക്കെ ഐസിന്റെ തണുപ്പാണ്. തണുപ്പത്തിൽ സഹിച്ചാലും സാരമില്ല, ഫോട്ടോ കിട്ടിയാൽ മതി എന്നാൽ ഞങ്ങൾക്ക്. ജീവൻ പോയാലും ശരി, വെള്ളത്തിൽ തൊടില്ലെന്ന് പറഞ്ഞ് ഇവന്മാരും ഒരുപാട് നേരത്തെ ഫോട്ടോ എടുപ്പ് അവസാനിപ്പിക്കാൻ ഒടുവിൽ ജലബീരങ്കിനെ ഉപയോഗിക്കേണ്ടി വന്നു. പുഴയിൽ നിന്ന് നീന്തി കയറിയിട്ട് നേരെ മരക്കുറ്റിയുടെ മുകളിലേക്ക് കയറി. അവിടെ നിന്ന് കിട്ടി ഒരുപാട് നല്ല ഫോട്ടോസ്. ഫോട്ടോ എടുപ്പെല്ലാം കഴിഞ്ഞ് മേളിലേക്ക് കയറുന്നപ്പോൾ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നന്ദു സാർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും കൂടി ചാടി വണ്ടി കയറി. വണ്ടി വിട്ടു. പശുക്കളെ മേയ്ക്കാൻ പോകുന്നതാണ് ഈ ചേട്ടൻ. ആ പശുവിന്റെ കഴുതി കിടക്കുന്ന മരമണി ശ്രദ്ധിച്ചോ? വീണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കുറച്ചുകൂടി മുന്നിലേക്ക് പോയി. എല്ലാവരും എങ്ങനെ നോക്കി നിൽക്കുന്നറിയോ? ഇറ്റ്സ് എ ഫ്രഷ് പക്ക് മാർക്ക്. രാവിലെ ഇതൊഴി ഇല്ലാത്തൻ ഇറങ്ങിയ ഏതോ പെൺകടുവയുടെ അത്രേ. അവിടെ നിന്ന് സാർ കുറച്ച് കാടറികൾ പറഞ്ഞു തന്നിട്ട് നേരെ ഐബിയിലേക്ക് തിരിച്ചു. പോകുന്ന വഴിക്ക് ഒരു ഗ്ലാസ് മോരും വെള്ളം കുടിച്ചു. ഐബിയിലെത്തി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നമ്മുടെ പണി തുടങ്ങി. അപ്പോൾ അതേ വരുന്നു ഐസ്ക്രീം. ഫ്രീ ആണോ? ശാന്തമായ അന്തരീക്ഷം. പക്ഷേ വെയിൽ വന്നപ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. തേയില നുള്ളാൻ പോകുന്ന ചേച്ചിമാരെ പോലെയാണ് സ്ലീപ്പ് സ്പെഷ്യലിസ്റ്റിന്റെ നിൽപ്പ്. ഒരു റൗണ്ട് വരച്ചിട്ട് എല്ലാവരും കൂടി ഇരുന്ന് വർത്താൻ തുടങ്ങി. അതിനുശേഷം ബാക്കി വരെ തുടർന്നു. കടുവയും കഴുകനും കാട്ടിയും കുരങ്ങനും അങ്ങനെ വിറിച്ച് മുളങ്കാട് വരക്കാണ്. ഇവനിങ്ങനെ ഒരു മടിയില്ലാണ്ട് നിന്ന് ചെയ്തോളൂ. സമ്മതിക്കണം. ആത്മാർത്ഥതയുടെ നിറകുടം. ദേവന്റെ അടുത്ത് നിറകുടം. ഈ കഷ്ടപ്പെടുന്ന ആരും കാണാതെ പോകരുത്. അണ്ണം മാന വരക്കാൻ തുടങ്ങി. വരച്ച് മാനൊക്കെ കാണാപ്പാടായി. വിറിച്ചുവിന്റെ പണി എളുപ്പമായി. സഹായത്തിന് ആർട്ടിസ്റ്റ് മഹേഷ് എത്തിയിട്ടുണ്ട്. ചുക്കു ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആയിട്ട് കാട്ടി വരച്ച് തീർത്തു. എല്ലാവർക്കും ഒരു സംശയമാണ് ഇത് കാട്ടുപോത്തല്ലെന്ന്. പക്ഷേ ഇത് കാട്ടുപോത്തല്ല, ബൈസണുമല്ല. ദിസ് ഈസ് ഇന്ത്യൻ ഗൗർ. കാട്ടി. ഓക്കെ, പിള്ളേരെല്ലാം കൂടെ വാച്ച് ടവറിന്റെ ലാൻഡ്സ്കേപ്പ് കിട്ടിലുമായിട്ട് വരച്ച് തീർത്തു. മല കയറാൻ വരുന്ന ടൂറിസ്റ്റൊക്കെ ഇവിടെ നിന്ന് വാച്ച് ടവർ കണ്ടിട്ട് തിരിച്ചു പോകുന്നതാണ് ഇനി എന്റെ സംശയം. ഉപ്പിലിട്ട പൈനാപ്പിൾ കൊടുത്തപ്പോ എന്നും പറഞ്ഞു കൊണ്ടുപോയി കഴുകി എടുത്ത് കഴിച്ച വ്യക്തിയാണ് ഗീത്തുക്കുട്ടി. സന്ധ്യ കഴിഞ്ഞപ്പോൾ പെയിന്റെല്ലാം എടുത്ത് ഒതുക്കി വെച്ച് ഇന്നത്തെ വരപരിപാടി നിർത്തി. ഒരു സാഡ് ന്യൂസ് ഉണ്ട് ഗൈസ്. നമ്മുടെ ഹോസ്റ്റലർ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇന്നലെ കണ്ടൻ, ഇന്ന് ഗീത്തുക്കുട്ടി, ഇനി നാളെ ആരാണോ? വിടപറച്ചിൽ മഹാമഹം. സ്നേഹപ്രകടനം യാത്ര പറച്ചിലും കഴിഞ്ഞപ്പോൾ സുജേഷ് ബ്രോ മാനന്തവാടി കൊണ്ടുവന്ന് ബസ് കയറ്റി വിട്ടു. ഞങ്ങൾ അവിടെ കുറച്ചു നേരം കൂടി സംസാരിച്ച് നിന്നിട്ട് വണ്ടി എടുത്ത് നേരെ കോഫി അടിക്കാൻ വിട്ടു. പോകുന്ന വഴിയിൽ മാനൊക്കെ നിൽപ്പുണ്ടായിരുന്നു. ഇതാണ് മിന്നൽ മുരളിയിലെ വീട്. മിന്നൽ മുരളി എങ്ങനെയാണോ മുറ്റത്ത് നിന്നത്? എന്തായാലും നന്നായിട്ട് മിന്നുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കടയിലെത്തി. ഓരോ കട്ടൻ കാപ്പിയും കുടിച്ച് ബ്രെഡ് ഓംലെറ്റും കഴിച്ച് കുറച്ചു നേരം അവിടെ സംസാരിച്ച് നിന്നിട്ട് ഒരു സെറ്റ് മാച്ചും കണ്ട് തിരിച്ച് ഐബിയിലേക്ക് വന്നു. ഇല്ലേടാ, ബാലേട്ടന്റെ സ്പെഷ്യലായി. അതും കഴിച്ച് കുറച്ച് കഴിഞ്ഞ് കഞ്ഞിയും കുടിച്ച് തീയും കൊണ്ടിരുന്ന് സംസാരിച്ച് 12 മണിയപ്പോൾ പോയി കിടന്നുറങ്ങി. ബാക്കി നാളെ അപ്പോൾ ബൈ.